അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഐഷു, അന്ന് കോളേജ് വിട്ട് പോകാൻ സമയത്ത് ഹബീബ് ഉസ്താദ് ആയിഷയെ വിളിച്ചു. ആ ഇക്ക. ഐഷു, ഇന്ന് നമുക്ക് ഒരിടം വരെ പോകാണ്ട്. അല്ല, ഞാനത് പറയാൻ വേണ്ടി നിൽക്കായിരുന്നു. അല്ല, അത് ഹാദിയുടെ വീട്ടിലേക്ക് ആണോ ഉദ്ദേശിച്ചത്? ആ, അതെ. എന്താ? അതെ, ഞാനത് ഇക്കയോട് പറയണമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. നമുക്ക് പോയാലോ ഇക്ക? ഇക്കക്ക് അറിയില്ലേ? ആ, പിന്നെ അറിയാതെ. ഞാൻ പോകുന്ന വഴിക്ക് തന്നെയല്ലേ. ആ, ആയിക്കോട്ടെ. എന്നാൽ അപ്പോൾ തന്നെ അതാ അവർ പോകുന്നു, നേരെ ഹാദിയുടെ വീട്ടിലേക്ക്. ഏകദേശം 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹാദിയുടെ വീടിൻ്റെ ആ ഒരു വലിയ ഗേറ്റിനടുത്ത് അവരെത്തി. ഐഷു, നീ പറഞ്ഞൊക്കെ ഒന്ന് മനസ്സിലായി കൊടുക്കട്ടോ. അവൾക്ക് എന്തോ ഒരു ടെൻഷൻ ഇന്ന് ക്ലാസ്സിലേക്ക് വരാൻ കൂട്ടിച്ചില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ആയിക്കോട്ടെ ഇക്ക. അങ്ങനെ അതാ ഐഷുവും ഹബീബ് ഉസ്താദും നേരെ ഹാദിയുടെ വീട്ടിലേക്ക്. എന്നാൽ ആ വലിയ കോലായിൽ തന്നെ ഉപ്പ ഇരിക്കുന്നുണ്ടായിരുന്നു. ഉസ്താദും ഭാര്യയും വരുന്നത് കണ്ട് ആ ഉപ്പ എഴുന്നേറ്റ് നിന്നു. അതെ, പിന്നെ മോളെ കോളേജിൽ ഉസ്താദ് വരുന്നുണ്ട്, ഉപ്പ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും അതാ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് ഉസ്താദ് അകത്തേക്ക് കയറി വരും. ഉസ്താദേ, വരി മോളെ വരി. അല്ലാ, ഇരിക്കേ. പഠിച്ചോൻ നിങ്ങളൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞു തന്നെ വല്ലാത്തൊരു സന്തോഷം. എന്തൊക്കെയാ ഉസ്താദേ, സുഖല്ലേ നിങ്ങൾക്കൊക്കെ? അൽഹംദുലില്ലാ, റാഹത്ത് തന്നെ. ആ, ഉംറക്കൊക്കെ പോയി വന്നു അല്ലേ അതിനിടക്ക്? ആ അതെ, ഏതായാലും അതൊരു മനസ്സിൽ ഉദ്ദേശം ഉണ്ടായിരുന്നു, അതങ്ങ് സാധിച്ചു. അല്ല ഉസ്താദേ, പിന്നെ എന്തൊക്കെയുണ്ട്? നല്ലത്. അല്ല, ഇന്ന് മോള് വന്നില്ലല്ലോ. മോളെ ഞാൻ ഒരുപാട് നിർബന്ധിച്ചു, എന്തെന്നറിയില്ല. ഓളൊരു റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ആകപ്പാട് എന്താ ഓളെ കാര്യത്തിൽ എനിക്കറിയണില്ല ഉസ്താദ്. നിങ്ങളൊക്കെ ദുആ ചെയ്യ്. മോളെ അങ്ങോട്ട് ചെല്ല്. അപ്പോഴേക്കും ഉമ്മ വിളിച്ചു. അല്ലാ, ആരത്? ഐഷുവോ? പഠിച്ചോനെ, മോളുടെ വർത്താനം പറയാനുണ്ടായിരുന്നു ആദി. ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എവിടെ ഹാദി? എവിടെ? മോളെ, ആ കഥ ഒന്നും പറയണ്ട. എൻ്റെ കുട്ടിൻ്റെ റൂം മേലെയാണ്. ഇപ്പോൾ അവിടെ വരെ പോകണില്ല. കുട്ടി താഴെ ഒരു റൂമിൽ അങ്ങനെ ഇരിക്കുക എൻ്റെ കുട്ടി. എൻ്റെ മോളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടോ. അപ്പോഴേക്കും ലീലേ, അതെ, രണ്ടാൾക്കാർ വന്നിക്ക് കേട്ടോ. ഒന്ന് ഓളെ ഫ്രണ്ടും ഓളെ ഉസ്താദുമാണ്. അപ്പോൾ ചായ ഉണ്ടായിക്കോട്. ലീല ചേച്ചി അതാ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയി. നേരെ അതാ ഹാദിയുടെ റൂമിലേക്ക് അതാ ഉമ്മ കൊണ്ടുപോകുന്നു അവളെ. പെട്ടെന്ന് അവളുടെ ആ ഒരു ഇരുത്തം കണ്ട് അവൾക്ക് സങ്കടം തോന്നി. ഹാദി, ഹാദി, അസ്സലാമു അലൈക്കും. അതെ, അവൾ എന്തോ ഒന്ന് ശരിക്കും നോക്കുക പോലും ചെയ്യുന്നില്ല. അതെ, മുഖത്തേക്ക് പോലും നോക്കാതെ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള എന്ന് പറഞ്ഞ് അവൾ വീണ്ടും താഴോട്ട് തന്നെ നോക്കി നിന്നു. ഹാദി, അവളുടെ കവിളിൽ പതുക്കെ തട്ടിക്കൊണ്ട് ഐഷു വിളിക്കുന്നു. ഹാദി, ഒന്നിങ്ങോട്ട് നോക്ക് പെണ്ണേ. ഇതാരെ മനസ്സിലായോ? ഐഷുവാണെടി, ഇങ്ങോട്ട് നോക്ക്. അവൾ പതുക്കെ അവളുടെ കണ്ണുകൾ ഒന്നുയർത്തിയെന്നല്ലാതെ അവൾ അതിന് കാര്യമായിട്ട് മറുപടി പറയുകയോ ഒന്നും ചെയ്തില്ല. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹാദി, ഹാദി, നിനക്ക് എന്താ മോളെ പറ്റിയത്? ഇങ്ങോട്ട് നോക്കിക്കേ. ഐഷു അവളെ ചേർത്ത് പിടിച്ചു. ഹാദി, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. ജീവിതത്തിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയ സാരല്ല. ഇനിയും നല്ല ജീവിതം ഉണ്ടാവുമല്ലോ നമുക്ക്. പിന്നെ ഹാദി, ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ നീ എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. നിറകണ്ണുകളോടെ അവൾ ഐഷുവിനെ നോക്കി. ഐഷുവിൻ്റെ കൈകൾ ഒന്ന് മുറുകെ പിടിച്ചു. എന്നല്ലാതെ അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അതെ, അവൾ വളരെയധികം വിഷമത്തിലാണ് എന്ന് കണ്ടാൽ തന്നെ അറിയാം. ശരിക്കും ഒരു മാനസിക രോഗിയുടെ ലുക്കുണ്ട് ഹാദി ഇപ്പോൾ. അത് ഒരുപാട് അനുഭവിച്ചുകൊണ്ടായിരിക്കും, ഒരുപാട് വിഷമിച്ചുകൊണ്ടായിരിക്കും. ഹാദി, ഉസ്താദ് വന്നിട്ടുണ്ടെടി. ഹബീബ് ഉസ്താദ് മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു നിമിഷം അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്തിനാടി ഐഷു, എൻ്റെ ജീവിതമൊക്കെ തകർന്നില്ല മോളെ, ഇനി എനിക്ക് എന്താ? അവൾ വിതുമ്പിക്കൊണ്ടത് പറഞ്ഞപ്പോൾ ഐഷുവിന് വല്ലാത്ത സങ്കടമായി. ആര് പറഞ്ഞോ നിന്റെ ജീവിതം തകർന്നെന്ന്? ഏയ്,
അത് കുറച്ച് ദിവസത്തെ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് ജീവിതം കഴിഞ്ഞു എന്നാണ് നീ വിചാരിക്കുന്നത്? ഒരിക്കലും അല്ല. ഹാദി പ്ലീസ്, എനിക്കിതിനോടൊരു കാര്യം പറയാണ്ട്. നീ അതിനൊന്ന് ആക്റ്റീവായിട്ട് വരണം. ഐഷു, എൻ്റെ ജീവിതം ഒക്കെ പോയടി. സാറില്ല, നീ ഇങ്ങനെ ടെൻഷൻ ആവരുത്. എന്നാലും ഞാൻ ഒരുപാട് അനുഭവിച്ചടി, ഒരുപാട്. ഇനി കഴിയില്ല മോളെ, ഇനി ഒരിക്കലും കഴിയില്ല. ഐഷു, ജീവിതം മടുത്തു മോളെ. ഇനി എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല. ജീവിതം മടുത്ത പോലെയായി. ഇനിയുള്ള ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നിൽക്കട്ടെ. ഹാദി, എന്താ നീ പറയുന്നത്? നമ്മൾ കോളേജിൽ വന്നിട്ട് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആക്കണം. നീ അതെ, നീ നല്ല റാങ്കുകാരിയായി വിജയിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ഹാദിയ, എൻ്റെ മനസ്സിലത്തെ ആഗ്രഹമാണടി. അതെ, നമ്മുടെ കോളേജിൽ ഏറ്റവും കൂടുതൽ റാങ്കോട് കൂടി ജയിക്കണ കുട്ടിക്ക് നമ്മളെ ആശുസ്തതിന് നിനക്ക് ഓർമ്മയില്ലേ? എൻ്റെ ഇക്കാക്ക എന്തൊരു സമ്മാനമൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. ഹാദി, നീ അത് വാങ്ങണടി. എൻ്റെ മനസ്സിലത്തൊരു ആഗ്രഹമാണിത്. പ്ലീസ് കേട്ടോ. അതിനു വേണ്ടി നീ വരണം, ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യണം. അതെ, ഞാനിപ്പോൾ ഒരു മാസത്തോളം ലീവായിരുന്നു. എന്നെ ഷെഫി ഉസ്താദ് പറഞ്ഞിരുന്നു വെക്കേഷന് പോയാൽ പോരായിരുന്നോ ഉംറക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പിന്നെ ഹബീബ് ഉസ്താദ് വിളിച്ചതല്ലേ എന്ന് വിചാരിച്ച് എന്തായാലും പോയി അൽഹംദുലില്ലാ റാഹത്ത് അവിടെയൊക്കെ കണ്ടു വന്നു കേട്ടോ. പക്ഷെ ഒരുപാട് പെൻഡിങ് ഉണ്ടടി. നീ എന്ന് വെച്ചാൽ എന്തായാലും വാടി പ്ലീസ്. നീയും ഞാനൊക്കെ കുറച്ച് ലീവാക്കിയതല്ലേ, കുഴപ്പമില്ല, വാ, നീ വാ പ്ലീസ്. എൻ്റെ ഇക്കാക്ക പറഞ്ഞ ആ സമ്മാനം അത് നീ ഏറ്റുവാങ്ങണം പ്ലീസ്. അത് എന്താ നിനക്ക് പറ്റില്ലേ? ഒരു നിമിഷം അവളുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ വന്നെങ്കിലും അവൾ വീണ്ടും വിഷമത്തിലേക്ക് കടക്കുകയായിരുന്നു. അവൾ ഓർത്തത് അവളുടെ പഴയ ചിന്തകൾ, അവളുടെ ഭർത്താവിൻ്റെ ചെയ്തികൾ, താൻ ഭാര്യയായിക്കൊണ്ട് തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണുമായി അതാ അവർ തമ്മിൽ സംസാരിക്കുന്ന അവരുടെ ആ ഒരു കാഴ്ചകൾ, അത് കഴിയുന്നില്ലായിരുന്നു അവൾക്ക്. അവളുടെ മനസ്സിന് ഏറ്റവും വലിയൊരു അഗാധമായിരുന്നു അത്. അതെ, തൻ്റെ മുമ്പിൽ വെച്ച് മറ്റു പെണ്ണുങ്ങളോട് തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹത്തിലുള്ള ചിരിയും കളിയും സംസാരവും അവരുടെ എല്ലാ കാട്ടിക്കൂട്ടലുകളും അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അവൾക്ക്. അതാണ് അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. റബ്ബേ, എന്തൊക്കെ തന്നെയാലും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഒന്നും വേണ്ട, പക്ഷേ എന്നെ മുമ്പിൽ വെച്ച് എന്തിനാ ഇങ്ങനെ? അത് എന്നെ ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ട് തന്നെ നിന്നെ ഞാൻ ബുദ്ധിമുട്ടാക്കി, നിന്നെ വിഷമിപ്പിക്കും എന്നാണ് പറഞ്ഞത് അയാൾ. പഠിച്ചോനെ, അവളുടെ മനസ്സിലേക്ക് അതാണ്, ആ ചിന്തകളാണ് കടന്നു വരുന്നത്. അവൾ വീണ്ടും വളരെയധികം ശോകമുഖമായി നിന്നു. എന്നാൽ അപ്പോഴേക്കും മോളെ ഉമ്മ വിളിച്ചു. ആ ഉമ്മ, മോളെ ഇരിക്ക്, എണീക്കൊന്നും വേണ്ട, ഇരിക്ക്. മോളെ ഹാദി, മോളെ കൂട്ടുകാരില്ല ഐഷു, എന്താ നീ അവളോട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഇങ്ങനെയാണോ വേണ്ടത്? നല്ല രീതിയിൽ അവളോ സന്തോഷിപ്പിക്കുക. അവൾ വന്നതല്ലേ, അപ്പം നീ കൂട്ടുകാരിയാകുമ്പോൾ നല്ല സ്വീകരിക്കണ്ടേ? മറ്റേത് കൂട്ടുകാരികൾക്ക് വന്നാൽ മുകളിലത്തെ റൂമിലേക്ക് പോലും അവളെ സാധനങ്ങൾ കാണിക്കലും എന്തൊക്കെയായിരുന്നു. ഇപ്പം എന്താ, ഒന്നുമില്ലേ? എന്താ മോളെ നീ ഇങ്ങനെ? സത്യം പറഞ്ഞാൽ തൻ്റെ പൊന്നുമോളുടെ അവസ്ഥ ആലോചിച്ചിട്ട് വിഷമമായി. അപ്പോഴേക്കും ലീല ചേച്ചി അങ്ങോട്ട് കടന്നു വന്നു. ആ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മോളെ പേരെന്താ? എൻ്റെ പേര് ആയിഷ എന്നാണ്. ഓ, മോള് ഹാദിയൻ്റെ കൂട്ടുകാരിയായിരിക്കും അല്ലേ? ആ അതെ, ഞങ്ങൾ കൂടെ പഠിച്ചതായിരുന്നേ. അപ്പോൾ അവൾ വന്നിക്കണപ്പോൾ വന്നു നോക്കിയതായിരുന്നു. മോളെ എങ്ങനെയെങ്കിലും അവളെ ശരിയാക്കി എടുക്കും കേട്ടോ. നിങ്ങൾ കൂട്ടുകാരികളൊക്കെ വിചാരിച്ച് നടക്കും. അവളെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയതിനു ശേഷം എന്തൊക്കെയോ മനസ്സിക്ക് നല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റേതായ ഷോക്കിലാണ് അവൾ. അതിൽ നിന്ന് ഇങ്ങോട്ട് വേർപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോൾ എന്താവുന്നാവോ? എന്തായാലും ഒരു കൗൺസിലിൻ്റെ അടുത്തെങ്കിലും കൊണ്ടുപോണ്ടി വരും. അങ്ങനെ ഏതാ ഉസ്താദിനും ഐഷക്കുമുള്ള ചായ എല്ലാം എടുത്തു വെച്ചു. മോളെ ഹാദി, മോളും പോയിരുന്നോ അവരുടെ കൂടെ? വേണ്ടത് അവൾ തലയാട്ടി. എന്നാൽ ഐഷു നിർബന്ധിച്ചു. വാ ഹാദി പ്ലീസ്, ഞങ്ങൾ ഗസ്റ്റ് അല്ലേ, ഗസ്റ്റുകൾ വരുമ്പോൾ ഞങ്ങളെ കൂടെ ഇരിക്കണ്ടേ? വേണ്ടടി, വേണ്ട, എനിക്കൊന്നും വേണ്ട. അല്ല, ഒന്നിരുന്നൂടെ ഞങ്ങളുടെ കൂടെ? അങ്ങനെ അതാ ഹബീബ് ഉസ്താദ് ഡൈനിങ് ഹാളിലേക്ക് വന്നു. അതാ ഐഷു അതാ ഹാദിയുടെ കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു. പെട്ടെന്ന് ഹബീബ് ഉസ്താദ് ആ ഒരു വിളിച്ചു. ഹാദിയ? അതെ,
അവളുടെ ചിന്തകളെ ഉണർത്തിക്കൊണ്ട് ഉസ്താദ് വീണ്ടും ആ ഒരു വിളിച്ചു. ഹാദിയ, എന്താ? ഏ എന്തു പറ്റി? എന്തു പറ്റി മോൾക്ക്? ഇവിടെ ഇരിക്കും മോളെ. നിൻ്റെ ഉസ്താദാ വന്നിരിക്കുന്നത്. നിന്നെ ക്ലാസ് എടുക്കണ ഉസ്താദേ. നീ എന്തെങ്ങനെ? ഒരു നിമിഷം അവളുടെ കണ്ണുകൾ പതുക്കെ തുറന്നുകൊണ്ടവൾ, ഉസ്താദേ. എന്താ മോളെ ഹാദിയ, നിനക്ക് എന്താ പറ്റിയത്? എനിക്കെന്താ വേണ്ടത്? ഞങ്ങളൊക്കെ അല്ല നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിൻ്റെ കൂടെ ഇല്ല ഞങ്ങൾ എന്നും ക്ലാസ്സിൽ. നീ ഇല്ല, ഞാൻ ക്ലാസ് രസമില്ല ഹാദി. നീ വാ. നീ എന്തെങ്കിലും ഒരു തർക്കുത്തരം പറയുമ്പോൾ അതൊക്കെ ഒരു രസമായിരുന്നു. സത്യം പറഞ്ഞാൽ നീ പോയതിന് ശേഷം വല്ലാതെ തീരെ രസമില്ലായിരുന്നു കേട്ടോ. ആദ്യം നീ കോളേജിലേക്ക് വന്നാലേ കോളേജ് രസമുള്ളൂ. ഉസ്താദ് ശരിക്കും അങ്ങനെയാണ് പറഞ്ഞത്. അതെ, ഒരു പ്രിയപ്പെട്ട ഇക്കാക്കിയെ പോലെ, തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ പോലെ, അതെ, ഒരു വല്ലാത്തൊരു ഇക്കാക്ക ആങ്ങളയെ പോലെ, അങ്ങനെ നല്ല രീതിയിലൊരു ഉപദേശം. ഹാദി വാ മോളെ, നമുക്കൊക്കെ രസമല്ലേ നീ ഉണ്ടാകുമ്പോൾ. അതെ അതെ, നീ വരണം, നീ വരാഞ്ഞാൽ പറ്റില്ല ഉസ്താദേ. എൻ്റെ ജീവിതം ആകെ പോയില്ല ഉസ്താദേ. മോളെ, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും എന്ത് പോകാൻ? ആ ബന്ധം ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ വേഗം ഒഴിവായി പോവുക. അതിനിപ്പോൾ എവിടെയാണെങ്കിലും. അതെ, അതിനിപ്പോൾ എന്താ, നീ ഇവിടെ എത്തി സമാധാനമായില്ലേ? അല്ലാതെ പിന്നെ അവിടെ ഇങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. നാളെ ക്ലാസ്സിന് വരണം കേട്ടോ. ചായ ഒഴിച്ച്. അപ്പോഴേക്കും ഉസ്താദ് തന്നെ അതാ 2 ഗ്ലാസ്സുകളിലേക്ക് ചായ ഒഴിച്ചു കൊടുത്തു. ഒന്ന് തൻ്റെ വൈഫ് ഐഷുവിനും, ഒന്ന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യ ഹാദിക്കും. ഇത് ഹാദി കുടിക്ക്, ഉസ്താദ് ഒഴിച്ചെന്ന് ചായയാണ്, കഴിക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉസ്താദ് ആ ഒരു ഗ്ലാസ് അവളുടെ നേരേക്ക് നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞു, അതെ കുടിക്കും മോളെ. ശരിക്കും ഐഷുവും തന്നെ വല്ലാത്ത ഒരു കെയറിങ് ആയിരുന്നു ഹാദിയെ ചെയ്തിരുന്നത്. അവർ 3 പേരും ഒരുമിച്ച് ചായ കുടിച്ചു. പക്ഷേ അവളുടെ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ചിന്തകൾ, എന്തൊക്കെയോ ഒരു ഭയം അവളുടെ മനസ്സിലേക്ക് കടന്നുകൂടിയിരിക്കുന്നു. ഹാദി, എന്താ മോള് നീ ഇങ്ങനെ? നീ പഴയ പോലെ ആക്റ്റീവ് ആവ്. നീ ഇങ്ങനെ മൂഡ് ഓഫായി നിൽക്കുക. ആദ്യം ഇങ്ങനെ മൂഡ് ഓഫായി എന്ന രസമല്ല കേട്ടോ. നല്ല രീതിയിൽ ആക്റ്റീവായി വാ മോനെ. പെട്ടെന്ന് ഉമ്മ വന്നു. എന്താ ചെയ്യുക, കല്യാണത്തിനോടനുബന്ധിച്ച് കുറച്ചുണ്ട് ഒരു ടെൻഷനൊക്കെ. പിന്നെ ഇപ്പം ഇതെങ്ങനെയൊക്കെ ആയി തീർന്നു റബ്ബേ. ഏതായാലും പഠിച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. ഉസ്താദ് നിങ്ങൾ നല്ലോണം ദുആ ചെയ്യട്ടോ. ഉമ്മ നിങ്ങൾ വിഷമിക്കില്ലേ? അതെ ഹാദി, പിന്നെ ഒരു ഓഫറുണ്ട് കേട്ടോ നമ്മുടെ കോളേജിൽ. അതായത് ഫുൾ മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് നമ്മുടെ ആഷി ഉസ്താദിൻ്റെ വക എന്തോ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റോ സമ്മാനം എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അത് മറക്കരുത്. 1.5 വർഷം കോഴ്സിനില്ലല്ലോ, ഇനി 1.5 ഇല്ലല്ലോ, ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് അതിൽ നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്കാണ്. ഹാദിയ, വിട്ടു കൊടുക്കരുത് കേട്ടോ ഒരാൾക്കും. നീ അത് നേടിയെടുക്കണം. അതെ, ഐഷുവും സപ്പോർട്ട് ചെയ്തു. അതെ ഹാദി, അതെ, എൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടാണ്. നീ അത് നേടിയെടുക്കണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഒരു നിമിഷം ഹാദിയുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്ത വന്നുവെങ്കിലും അവൾക്കതിനൊന്നും കഴിയാത്ത പോലെ, അവളുടെ കൈകാലുകൾ കുഴയുന്ന പോലെ, അവൾക്ക് എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ അവൾക്ക് തോന്നി തുടങ്ങുകയാണ്. ഉസ്താദേ. ഒരു നിമിഷം ഹബീബ് ഉസ്താദ്, എന്താ ഹാദി, നിനക്കൊരു ഉറക്കം വരുന്ന പോലെ, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. പെട്ടെന്ന് ഉപ്പയെ വിളിച്ചു. ഉപ്പ, ഹാദി ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്തോ ഒന്ന് അവൾ വല്ലാതെ ടയേർഡായി പോവുകയാണ്. അവൾ മൊത്തത്തിൽ എന്തോ ഒരു ക്ഷീണം അവൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് കേട്ട് ഉപ്പ പറഞ്ഞു, മോനെ ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്, നല്ലൊരു ഡോക്ടറെ കാണിക്കണം. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് കൂടി കൊടുത്താൽ ആൾ ഉഷാറാവും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഹബീബ് ഉസ്താദിൻ്റെ മറുപടി കേട്ട് ഉപ്പ പറഞ്ഞു, അതെ ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യണം. അങ്ങനെ നല്ലൊരു ഡോക്ടറിൻ്റെ പേരതാ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നു. ആ ഡോക്ടറെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിപ്രഷനും കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ അദ്ദേഹത്തിന് അതറിയാൻ കഴിയും. എന്തായാലും അതിനൊന്ന് കാണിക്കട്ടോ. അങ്ങനെ അതാ ഐഷുവും ഹബീബ് ഉസ്താദും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ ഐഷു അതാ ഹാദിയയോട് തിരിച്ച് യാത്ര പറയുമ്പോൾ ഹാദിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ ഒരു നിമിഷം ഐഷുവിനോട് പറഞ്ഞു, ഐഷു പോണ്ട, ഇവിടെ നിന്നോ. എനിക്ക് ഒരു കൂട്ടായിട്ട്
എന്നാൽ ഐഷു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ ഇൻഷല്ല പിന്നെ വരാം കേട്ടോ, ഇപ്പോൾ ഒരുപാട് ലേറ്റായില്ലേ, ഇൻഷല്ല പിന്നെ വരാം. അവർ സന്തോഷത്തോടെ മടങ്ങി. എന്നാലും അവരുടെ മനസ്സിൽ ഹാദിയയ്ക്ക് എന്തോ പറ്റിയെന്നുള്ള ചിന്തയായിരുന്നു. ഒരു നിമിഷം അവൾ വിചാരിച്ചു പോയി, പഠിച്ചോനെ ഹാദിയയ്ക്ക് ഒന്നും പറ്റരുതേ റബ്ബേ. എന്നാൽ ഹബീബ് ഉസ്താദ് പറഞ്ഞു, അവളുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും നല്ല രീതിയിൽ ക്ഷതമേറ്റിട്ടുണ്ട്, അതാണ് അവൾക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇൻഷാ അള്ളാഹു പെട്ടെന്ന് ഷിഫിയാക്കി കൊടുക്കട്ടെ. ഹബീബ് ഉസ്താദ് അത് പറഞ്ഞു. ഐഷു ആമീൻ പറഞ്ഞു. അങ്ങനെ അവർ വീട്ടിലേക്ക് യാത്രയായി. എന്നാൽ ഐഷുവിൻ്റെ മനസ്സിൽ ഹാദിയുടെ മുഖം മാത്രമായിരുന്നു. റബ്ബേ പെട്ടെന്ന് എല്ലാ അസുഖം മാറണേ അല്ലാ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.